ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ ഫിഷിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഫിഷിങ്ങിന് വേണ്ടി ഇറങ്ങിയേക്കോട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ടാർഗറ്റ് ചെയ്യുന്ന ഫിഷ് എന്ന് പറയുന്ന വറ്റയാണ് കേട്ടോ. നിങ്ങൾ ഈ കാണുന്നത് വേമ്പനാട്ട് കായലാണ്, അതുപോലെ പ്രോപ്പർ സ്ഥലം വരുന്ന വൈക്കുമാണ് കേട്ടോ. രാവിലെ കായലൊക്കെ നല്ല സൈലന്റ് ആയിട്ട് കിടപ്പുണ്ട്. അപ്പോൾ നമ്മളിവിടെ ബെയിറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ലൈവ് ഷ്രിമ്പാണ്. അത് നമുക്കിവിടെ കായലിന്റെ സൈഡിൽ നിന്ന് തന്നെ ഒരു പിടിക്കണം. ഇപ്പൊ ചെമ്മീത്തിന്റെ സീസൺ ആയതുകൊണ്ട് വലിയ ക്ഷാമമൊന്നുമില്ല കേട്ടോ. നമുക്കിവിടെ നിലത്ത് കാണാം, നമുക്ക് ആവശ്യത്തിനുള്ള ചെമ്മീൻ ഇവിടെ ഉണ്ട്. ചെമ്മീൻ പിടിക്കാനുള്ള വലയൊക്കെ ആയിട്ടാണ് വന്നത്, പക്ഷെ നമ്മുടെ വല കുറച്ച് കീറിയിരിക്കുന്നതുകൊണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് കുറച്ച് ചെമ്മീനൊക്കെ മിസ്സായി പോയിട്ടുണ്ട്. എങ്കിലും നമുക്ക് അത്യാവശ്യം വേണ്ട ചെമ്മീത്തിന് ആ വല കൊണ്ട് തന്നെ കോരി പിടിച്ചിട്ടുണ്ടായിരുന്നു. ഈ സൈഡിൽ മാത്രമേ ഇത്രയും താഴ്ചക്കുറവുള്ളൂ കേട്ടോ. കുറച്ചങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് നല്ല ഡെപ്തിലോട്ട് പോകും. അപ്പം അറിയാൻ പാടില്ലാത്തവരൊക്കെ ഉണ്ടെങ്കിൽ സൂക്ഷിച്ചും കണ്ടൊക്കെ ചെയ്യുക. പരിചയമില്ലാത്ത സ്ഥലത്തൊന്നും ഇറങ്ങാണ്ടിരിക്കുക. നമുക്ക് ആവശ്യത്തിനുള്ള ചെമ്മീത്തിന് നമ്മൾ പിടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ സൈസിലുള്ള ചെമ്മീനാണ്, ചെറിയ ചെമ്മീനാണ്. അപ്പം നമുക്ക് കുറച്ചങ്ങോട്ട് മാറിയിട്ട് ഇട്ട് നോക്കാം. നമ്മൾ സ്ഥിരം ഇടുന്ന സ്പോട്ടൊക്കെ അവിടെയുണ്ട്, അപ്പോൾ അവിടെ പോയിട്ടൊന്ന് ഇട്ട് നോക്കാം. രാവിലെ വള്ളക്കാരൊക്കെ പോകുന്നുണ്ട് കേട്ടോ. കക്കയുടെ പണിയൊക്കെ കഴിഞ്ഞിട്ട് പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മുടെ ചൂണ്ടയെന്ന് കാണിച്ചു തരാം. നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഹുക്ക് എന്ന് പറയുന്നത് നമ്പർ 15 ആണ്. അതുപോലെ ലൈൻ സൈസ് വരുന്നത് 0.30 mm ആണ്. ചെറിയൊരു വെയിറ്റ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വറ്റയ്ക്ക് ഇടുമ്പോൾ ശരിക്കും വെയിറ്റിൻ്റെ ആവശ്യം ഇപ്പോൾ ഇല്ല. പിന്നെ കുറച്ച് കഴിയുമ്പോൾ കായലിൽ ഒഴുക്കൊക്കെ കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെറിയൊരു വെയിറ്റ് ആഡ് ചെയ്ത് കൊടുത്തതാണ്. നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. നമ്മളിപ്പോൾ കാസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് നേരം നമുക്ക് ഇതുവരെ സ്ട്രൈക്കും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. ബോട്ടിൽ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ കെട്ടി വലിച്ചുകൊണ്ട് പോകുന്ന കണ്ടു. അപ്പോൾ ഇത്തരത്തിലുള്ള കാഴ്ചകളൊക്കെ ഇവിടെ റയർ ആയതുകൊണ്ട് അതും കൂടെയൊക്കെ ഒന്ന് കവർ ചെയ്യാമെന്ന് കരുതി. ബോട്ടിന്റെ വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റത്തെ സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ചൂണ്ട അവിടെ മരത്തിൽ വെച്ചിട്ടാണ് പോയത്. അപ്പോൾ ചൂണ്ടയൊക്കെ വലിച്ച് മീൻ വെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓടി പോയതുകൊണ്ട് നമുക്ക് ആ ചൂണ്ട അധികം ദൂരത്തേക്ക് വലിച്ചുകൊണ്ട് പോയില്ല. വലിക്കുന്ന വലിയും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ നമ്മൾ വറ്റയാണെന്നാണ് കരുതിയത്. പക്ഷേ ചൂണ്ടയിൽ ഉണ്ടായിരുന്ന ഒരു കൂരിയായിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൈസിലുള്ള കൂരിയായിരുന്നു. അപ്പോൾ കൂരിയെങ്കിൽ കൂരി കിട്ടി, ഇതിനെയൊക്കെ പിടിച്ചുകൊണ്ട് പോകാൻ തുടങ്ങി. പിന്നെ ഈ കൂരിനെയൊക്കെ ചൂണ്ടയിൽ നിന്ന് അൺഹുക്ക് ചെയ്യുന്ന കുറച്ച് ടാസ്ക്കാണ്. ഇതിൻ്റെ മുള്ളും കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലൊക്കെ കൊള്ളാണ്ട് നോക്കണം. അപ്പോൾ നമ്മളിതിനെ പതിയെ അൺഹുക്കൊക്കെ ചെയ്ത് നമ്മുടെ കയ്യിൽ വലയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിതിനെ വലയിടത്തിട്ട് ജീവനോട് തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ അടുത്ത ചെമ്മീനൊക്കെ കൊടുത്തിട്ട് അടുത്ത മീനുമായിട്ടുള്ള വെയിറ്റിംഗിലാണ്. കുറച്ചധികം സമയം എടുത്താണ് നമുക്ക് മീനിന്റെ സ്ട്രൈക്ക് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് ചൂണ്ട കയ്യിൽ പിടിച്ച് മടുത്തുകൊണ്ട് അവിടെ മരത്തിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. കുറച്ചു നേരം കഴിഞ്ഞ് നമുക്ക് അടുത്തൊരു സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട്. അതും ചെറിയൊരു കൂരി തന്നെയാണ് കേട്ടോ. മീഡിയം സൈസിലുള്ള കൂരിയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിനെ നമ്മൾ അൺഹുക്കൊക്കെ ചെയ്ത് നമ്മളെ വലയിലാക്കി വെച്ചിട്ടുണ്ട്. ഈ വള്ളക്കാരൊക്കെ ഇതുപോലെ സൈഡിലൂടെ പോകുമ്പോൾ അതിൻ്റെ തിരയൊക്കെ അടിക്കുന്നതുകൊണ്ട് നമുക്ക് മീൻ കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ് കേട്ടോ. എങ്കിൽ കൂടി നമുക്ക് ആ ഗ്യാപ്പിലൊരു സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട്. വീണ്ടും കൂരിയുടെ സ്ട്രൈക്ക് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. വലിയ കുഴപ്പമില്ലാത്ത സൈസിലുള്ള കൂരിയാണ്. നമുക്ക് ആദ്യം കിട്ടിയ പോലത്തെ വലിയ കൂരി തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ വറ്റ പ്രതീക്ഷിച്ച് വന്നിട്ട് നമുക്ക് ഈ കൂരി തന്നെ കിട്ടുന്നതുകൊണ്ട് നമ്മുടെ മനസ്സൊക്കെ ഒന്ന് മടുത്തു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ വെയിലും ചെറുതായിട്ട് കൂടിയിട്ടുണ്ട്. കൂരി നമുക്ക് എപ്പോഴും കിട്ടുന്ന മീനാണ്. വറ്റയെന്ന് വെച്ചാൽ സീസണിൽ വരുന്ന മീനാണ്. ഈ മാർച്ച് ഏപ്രിൽ മാസമൊക്കെ ആകുമ്പോഴാണ് നമ്മുടെ കായലിലോട്ടൊക്കെ വറ്റയൊക്കെ കയറി വരുന്നത്. നമുക്ക് എന്തായാലും വറ്റയ്ക്ക് വേണ്ടി ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ വള്ളക്കാരൊക്കെ സൈഡിൽ കൂടെ ഇതുപോലെ പോകുന്നതുകൊണ്ട് നമുക്ക് ചൂണ്ടിടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ കുറച്ച് നേരമായിട്ട് മീനൊന്നും കിട്ടാത്തതുകൊണ്ട് നമ്മൾ നമ്മുടെ ചൂണ്ടയൊക്കെ മരക്കമ്പിൽ വെച്ചിട്ട് നമ്മുടെ റെക്കോർഡിങ് കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണമെന്ന് നോക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ ആ ഗ്യാപ്പിൽ നമ്മുടെ ചൂണ്ട മീൻ വലിച്ച് വെള്ളത്തിലോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ചൂണ്ട അവിടെ കണ്ടില്ല, തിരിച്ചു വന്ന് നോക്കിയപ്പോഴത്തേക്കും. ആദ്യം കരുതിയത് കായലിൻ്റെ നടുവിലോട്ട് വലിച്ചുകൊണ്ട് പോയിട്ടുണ്ടാവുന്നതാണ്. പിന്നീടാണ് ശ്രദ്ധിച്ച് സൈഡിൽ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ ഉണ്ടായിരുന്ന ഒരു കമ്പൊക്കെ വെച്ച് അത് തോണ്ടി എടുത്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ അകത്തുണ്ടായിരുന്ന മീൻ നമുക്ക് കിട്ടിയില്ല, ചൂണ്ട മാത്രമേ കിട്ടിയുള്ളൂ. പിന്നെ നമ്മൾ ചൂണ്ട വെക്കുമ്പോൾ കുറച്ചുകൂടെ സേഫായിട്ട് കല്ലിൻ്റെ ഇടയിലൊക്കെ ടൈറ്റായിട്ടാണ് കേട്ടോ വെച്ചിരുന്നത്. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നമുക്ക് വീണ്ടും ഒരു സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട്. ആദ്യം കിട്ടിയ പോലത്തെ വലിയ കൂരിയാണ് കിട്ടിയിരിക്കുന്നത്. ഈ സാധനത്തിനൊക്കെ ചൂണ്ടയിൽ നിന്ന് ഊരി എടുക്കുന്നതാണ് പാട്. എങ്കിലും നമ്മളൊരു വടിയൊക്കെ കൊണ്ട് ടൈറ്റ് ചെയ്ത് പിടിച്ച് ഊരി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ആദ്യം കിട്ടിയ 1-2 മീനൊക്കെ ചത്തിട്ടുണ്ട്. ഇത്ര നേരം വെള്ളത്തിലിട്ട് വെച്ചെങ്കിലും കുറച്ചധികം സമയമായതുകൊണ്ടായിരിക്കാം ചത്തിട്ടുണ്ടായിരുന്നു. ഒരു വറ്റയെങ്കിലും കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വെയിലൊക്കെ അത്യാവശ്യം കൂടിയിട്ടുണ്ട്. ഏകദേശം ഒരു ഉച്ച സമയമൊക്കെ ആയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ചൂണ്ട അവിടെ ഇട്ട് വെച്ചിട്ട് കുറച്ചും കൂടെ തണലത്തേക്ക് മാറി നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് അടുത്തൊരു സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട്. വീണ്ടും കൂരി തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇത്രയും നേരം വറ്റ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലിട്ടിട്ട് ഇതുവരെ ഒരു വറ്റ പോലും കിട്ടിയില്ലല്ലോ എന്ന് വിഷമിച്ചിരിക്കുമ്പോഴാണ് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ നമുക്കൊരു വറ്റയുടെ സ്ട്രൈക്ക് കിട്ടുന്നത്. ആദ്യം കരുതിയത് ചൂണ്ട പായലിൽ ഉടക്കിയെന്നാണ്. പിന്നീട് വരുന്ന വറ്റയുടെ സ്ട്രൈക്കാന്ന് മനസ്സിലായത്. സാധാരണ വറ്റ തരുന്ന പോലത്തെ ഫൈറ്റും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. എന്നാലും ഒരു വറ്റയുടെ സ്ട്രൈക്ക് കിട്ടിയപ്പോൾ ഒരു സന്തോഷം തോന്നി. വലിയ വറ്റയൊന്നും അല്ലായിരുന്നു, ഒരു മീഡിയം സൈസ് വറ്റയാണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് കിട്ടിയ വറ്റനെ മലയിലാക്കി നമ്മൾ നമ്മുടെ പരിപാടി കണ്ടിന്യൂ ചെയ്തു. പിന്നീട് നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ആകെ അവസ്ഥ തോന്നി. പിന്നെ കുറച്ചേരം ഇരുന്നിടാന്ന് കരുതി. പിന്നെ ചൂണ്ടയൊക്കെ എടുത്തെറിഞ്ഞ് മരത്തിലൊക്കെ കുടുങ്ങി ചൂണ്ടയൊക്കെ വലിച്ചു പൊട്ടിച്ചു. എക്സ്ട്രാ ഹുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ്. പിന്നെ ഉച്ചയായതുകൊണ്ട് കെട്ടാനൊന്നും നിന്നില്ല. ഇന്നത്തെ പരിപാടി അവസാനിപ്പിക്കാമെന്ന് കരുതി. അപ്പോൾ ഇതുവരെ കിട്ടിയ മീനിനെയൊക്കെ ഒന്ന് കാണിച്ചു തരാം. നമുക്ക് കിട്ടിയ മീനിനെയൊക്കെ വലയിലാക്കി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ആദ്യം കിട്ടിയ കുറച്ച് മീനൊക്കെ ചത്തിട്ടുണ്ടായിരുന്നു.
നമുക്കിന്ന് കിട്ടിയിരിക്കുന്നത് 6 കൂരിയും ഒരു വറ്റയുമാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ഇന്നത്തെ പരിപാടിയൊക്കെ അവസാനിപ്പിച്ച് നമ്മുടെ വലയും മീനൊക്കെ എടുത്ത് പോവുകയാണ് കേട്ടോ. നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം.